തിരുവനന്തപുരം നഗരൂരിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ 2 ഡിവൈഎഫ്ഐ പ്രവർത്തകർ കസ്റ്റഡിയിലായി. രതീഷ്, വിഷ്ണു എന്നിവരെയാണ് പിടികൂടിയത്. ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ നഗരൂരിൽ നടന്നത് വലിയ സംഘർഷ സമാനമായ സാഹചര്യമായിരുന്നു. മാത്രമല്ല, ഈ സിനിമാ സ്റ്റൈലിൽ പോലീസ് വാഹനം ചേസ് ചെയ്ത് കാറൊക്കെ കുറുകെ കൊണ്ടിട്ട് ഈ വണ്ടിയിലുണ്ടായിരുന്ന പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന SIയെ കേട്ടാൽ ഇറക്കുന്ന അസഭ്യം വിളിക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല, അതിനുശേഷം നഗരൂർ പോലീസ് സ്റ്റേഷനിൽ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഉപരോധമടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും രാത്രി വൈകിയാണ് അത് അവസാനിപ്പിക്കുകയും ചെയ്തത്. പിന്നാലെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. മാത്രമല്ല, സജീവ CPM പ്രവർത്തകരാണ് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. രതീഷ്, വിഷ്ണു 1ഉം 3ഉം പ്രതികളാണ്. ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 9 പേരെ പ്രതി ചേർത്തായിരുന്നു നഗരൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഏതായാലും ഈ സംഭവത്തിൽ ബാക്കിയുള്ളവരെ കൂടി പിടികൂടണമെന്നുള്ള വികാരം പോലീസ് സേനയ്ക്ക് അകത്തുണ്ട്. പ്രത്യേകിച്ച് ഈ പോലീസിനെ പൊതുവഴിയിൽ ആക്രമിക്കുന്ന സംഭവം അത് തിരുവനന്തപുരത്ത് തന്നെ കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം വെള്ളറടയിലും സമാനമായി ലോക്കൽ സെക്രട്ടറി ഒരു ഉത്സവാഘോഷ പരിപാടിക്കിടെ പോലീസിനെ ഒരു SIയെ ആക്രമിച്ചിരുന്നു. അദ്ദേഹം ചികിത്സ തേടുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ആ കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. നഗരൂർ സംഭവത്തിൽ ഇപ്പോൾ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.